പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴും വളരെ ശക്തനായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം വളരെ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് ഒരു വി ഡി സതീശനും സണ്ണി ജോസഫും എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഒരു കാരണവശാലും ഡേറ്റ ഇല്ലാതെ രമേശ് ചെന്നിത്തല വർത്തമാനം പറയാറില്ല. കൃത്യമായി ഡേറ്റ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന 6ഓളം കേസുകളുണ്ട്. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള 6ഓളം കേസുകളുണ്ട്. 6 കേരളയിൽ അടക്കമുള്ള പല കേസുകളുണ്ട്. 6 കേസിലും മുഖ്യമന്ത്രി പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അത് വളരെ ശക്തമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ വി ഡി സതീശനും ശക്തനായ നേതാവാണ്. അദ്ദേഹം വലിയ ആദർശമുള്ള ആളാണ്, പ്രധാനപ്പെട്ട കക്ഷി തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. അപ്പൊ അതുപോലെ തന്നെ സണ്ണി ജോസഫ് ഉണ്ട്, പല ആളുകളുമുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം ആദ്യം 500 കോടിയുടേതായിരുന്നു, ഇപ്പോഴത് 1000 കോടി ആയിട്ടുണ്ട്. വളരെ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത്, SITയുടെ അടുത്ത് 1000 കോടി രൂപയുടെ ശബരിമലയിലെ കൊള്ളയുടെ കണക്ക് കൊടുക്കും. അപ്പോഴൊരു സംശയമുണ്ട്. എന്താണ് വളരെ ഗൗരവമായ സംശയം? ശബരിമലയിലെ കട്ടളപ്പാളി മാത്രമാണോ കൊണ്ടുപോയത്? കാരണം കട്ടളപ്പാളി മാത്രമാണെങ്കിൽ 460 ഗ്രാമിന്റെ മാത്രം ഒരു കണക്ക് വ്യത്യാസത്തിൽ 1000 കോടി രൂപയ്ക്കുള്ള സ്വർണമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് 1000 കോടി രൂപയിലേക്ക് കണക്കിലേക്ക് പോകുന്നത്? ഒന്നുകിൽ ഈ സ്വർണം ദേവന്റെ സ്വർണമായതുകൊണ്ട്, ദൈവികത്യമുള്ള സ്വർണമായതുകൊണ്ട് ഇതിനകത്തുനിന്ന് കുറേശ്ശെ 5 രൂപയുടെ 1000 രൂപയുടെ സ്വർണം, അല്ലെങ്കിൽ 10000 രൂപയുടെ ഒരു പവൻ, ഇപ്പൊ 1 ലക്ഷം ഉണ്ടല്ലോ, 12,000 രൂപ വരുന്ന 1 ഗ്രാം എന്ന് പറയുന്ന സ്വർണം, അത് ദേവന്റെ ആയതുകൊണ്ട്, ദേവിയുടെ ശബരിമല ദേവന്റെ ആയതുകൊണ്ട് ലക്ഷങ്ങൾ വിലമതിച്ച്, കോടികൾ വിലമതിച്ച് കൊടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ 460 ഗ്രാമിന് പകരം വലിയ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയിരിക്കാം. അത് അടിച്ചു മാറ്റിയെങ്കിൽ പാളിയിൽ നിന്ന് മാത്രമല്ല, പഞ്ചലോഹ വിഗ്രഹം ഒഴിച്ച് എവിടെ നിന്നെല്ലാം സ്വർണം അഴിച്ചു മാറ്റി കാലാകാലങ്ങളിൽ കൊണ്ടുപോയി ഉരുക്കി ഇനി എല്ലാം ഇരിക്കുന്നത് ചെമ്പാണോ ശബരിമലയിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ കാലയളവിൽ കഴിഞ്ഞ 8-10 വർഷ കാലയളവിൽ കേരളത്തിലെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട്, വിഗ്രഹങ്ങൾ ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ള കണക്കും എടുക്കേണ്ടതുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഈജിപ്തിലും ഇറ്റലിയിലുമൊക്കെ വലിയ വില കിട്ടുന്നതാണ് ഇവിടുത്തെ ആന്റിക്കേഴ്സും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സും ഇതുപോലത്തെ സ്വർണത്തിനും അതുകൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾക്കും ഒക്കെ വലിയ വില, മോഹവിലയാണ്. മോഹവില എന്ന് പറഞ്ഞാൽ കാശുള്ളവൻ വന്നാൽ പറയുന്ന വില. ചില പെയിന്റിങ്ങിനൊക്കെ കണ്ടിട്ടില്ലേ, പറയുന്ന വിലയ്ക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ സക്കീല കടിച്ചിട്ട് കളഞ്ഞ ആപ്പിള് എത്ര കോടിക്കാണ് ലേലത്തിൽ പോയത്? കൊടൈക്കനാലിൽ വെച്ച്, ഊട്ടിയിലോ കൊടൈക്കനാലിൽ വെച്ചിട്ട് എത്ര കോടി രൂപയ്ക്ക്, അതോ ഊട്ടിയിലാണോ, എത്ര കോടി രൂപയ്ക്കാണ് സക്കീല കടിച്ചിട്ട് എറിഞ്ഞ ആപ്പിള് പോയെന്നറിയാവോ? അതുപോലെ ചിത്രങ്ങൾ, ചില വലിയ ചിത്രങ്ങൾ, ഇതൊക്കെ വലിയ മോഹവിലയാണ്. അതിനേക്കാളൊക്കെ എത്രയോ കോടി രൂപയുടെ മോഹവിലയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം. അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ലോബികൾ, വ്യവസായികൾ, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് BJP നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, CPMന്റെ വിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, സിനിമാ ഫീൽഡിലുള്ളവർ, നാടകരംഗത്തുള്ളവർ, അതുപോലെ തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ടവർ, പിന്നെ പലതരത്തിലുള്ള ബിസിനസ് മാഗ്നറ്റുകൾ, ഇങ്ങനെ വലിയ ഒരു സംഘം ഈ സ്വർണം മേടിച്ചിട്ടുണ്ട്. അതിന്റെ മൊഴി കൊടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. നമ്മളാരും പറയുന്നതല്ല, നമ്മുടെ കയ്യിൽ അതിന് തെളിവുമില്ല. അതുകൊണ്ട് നമുക്ക് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. കിട്ടുന്ന വിവരം ചാനലിൽ പറയുക എന്നുള്ളതൊഴിച്ചാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, 1000 കോടി രൂപയുടെ കണക്കാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നിട്ട് രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ അന്താരാഷ്ട്ര തലത്തിലെ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട ഒരാളിനെ രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യം വിവരം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അയാൾ SITക്കും രഹസ്യമായി മൊഴി കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇത്ര ആധികാരികമായിട്ട് രമേശ് ചെന്നിത്തല വന്ന് പറയുമ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് SIT പോകുമോ? നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, ജയറാം അറസ്റ്റിലേക്ക് പോകുമെന്ന് ആദ്യം പറഞ്ഞ ഞങ്ങളാണ്. പിന്നെയാണ് ജയറാം പ്രതിയായത്, അല്ലെങ്കിൽ ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാൻ പോകുന്നത്. കടകംപള്ളി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ പത്മകുമാർ അറസ്റ്റിലായല്ലോ. ഇൻവാസുവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾ പോലും ഇത് അങ്ങനെ കൊടുത്തില്ല. കാരണം അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും, നാളെ കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പ്. പ്രശാന്തിനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പ്. അതുപോലെ തന്നെ വാസവനെ ചോദ്യം ചെയ്യും. ഈ ചോദ്യങ്ങൾക്കപ്പുറം ഇത് മാരാർജി ഭവനിലേക്കും AKG സെന്ററിലേക്കും KPCC ഇന്ദിരാ ഭവനിലേക്കുമൊക്കെ, അതുപോലെ മറ്റ് പാർട്ടിക്കാരുടെ ഓഫീസുകളിലേക്കുമൊക്കെ CBIയും NIയും EDയും ഒക്കെ കയറി ഇറങ്ങുമോ എന്നുള്ളത്, SITയും ഒക്കെ കയറി ഇറങ്ങുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം നോക്കുന്ന ഏറ്റവും കൗതുകമുള്ള കാര്യം.
ഇതിനിടയിൽ ED വന്നിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിട്ടുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ പണിയും നാളെ കഴിയുമ്പോൾ തുടങ്ങും. അവരും മുഖ്യമന്ത്രിയിലെ ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത്, മന്ത്രിമാരെ ഫോക്കസ് ചെയ്താണ് നീങ്ങുന്നത്, കടകംപള്ളി സുരേന്ദ്രനെ ഫോക്കസ് ചെയ്താണ് നീങ്ങുന്നത്. അതുപോലെ തന്നെ CBI വരണമെന്നുള്ള ആവശ്യം സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കൊടുത്തു കഴിഞ്ഞു. മാത്രമല്ല കേന്ദ്രത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ കത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങ് വന്നാൽ ശബരിമല അയ്യപ്പൻ തീരുമാനിക്കുമോ കേരളത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്? ഇത് പറയുമ്പോൾ ഞാൻ ഇന്നലെ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ പുസ്തകത്തിൽ 2024 വോട്ട് ചെയ്യാനായിട്ട് പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു പത്രത്തിന്റെ പ്രധാന പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ആ പേരെല്ലാം പുസ്തകത്തിലുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. പ്രവർത്തകൻ നാട്ടിലെത്തിയപ്പോൾ, പത്തനംതിട്ടയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മു മുത്തശ്ശി പണ്ട് 1957 വോട്ട് ചെയ്തതിന്റെ കഥ ആ കുടുംബത്തിൽ പറഞ്ഞത് അദ്ദേഹം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. മറ്റൊന്നുമല്ല, 1951 കാലഘട്ടത്തിൽ ശബരിമലയിൽ തീ പിടിച്ചപ്പോൾ, അപ്പോൾ ആ തീ വെച്ചത് ആരാണെന്നുള്ളതിന് സംശയം വന്നപ്പോൾ അതിൽ അന്നത്തെ TM വർഗീസിന്റെ മോന്റെ പേരും അന്നത്തെ അതുപോലെ തന്നെ ചില ക്രിസ്തീയ കരിമ്പിനാൽ കുടുംബമടക്കമുള്ള ചില ക്രിസ്തീയ കുടുംബങ്ങളുടെ പേരും വന്നപ്പോൾ അത് അന്വേഷിക്കണമെന്ന് വളരെ ശക്തമായ ഡിമാൻഡ് ഹിന്ദു സംഘടനകളും മന്നത്ത് പപ്പനാവനും ആർ ശങ്കറും ഒക്കെ ഉയർത്തിയപ്പോൾ, അന്ന് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉയർത്തിയപ്പോൾ അത് തീർച്ചയായിട്ടും അത് പറ്റില്ല. ഒരു അമ്പലം നശിച്ചാൽ അത്രയും ആരാധന കുറഞ്ഞ് നാട് നന്നാകുമെന്ന് C കേശവന്റെ പ്രയോഗവും പറവൂർ നാരായണപിള്ളയുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത നിലപാടും TM വർഗീസിനെ അവന്റെ മകൻ പ്രതിയാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും കാരണം, TM വർഗീസിന്റെ മകൻ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ ഈ ഗൂഢാലോചനയിൽ ഉണ്ടെന്നുള്ള പ്രതിയാണ്. അത് പിന്നെ അറിയാൻ പറ്റുള്ളൂ, ഉണ്ടോ ഇല്ലെന്ന് പിന്നെ കണ്ടുപിടിച്ചില്ല. പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞ മുത്തശ്ശിക്ക് ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, 57 അധികാരത്തിൽ വന്നാൽ M.M. ഗോവിന്ദൻ നായരാണെന്ന് വാക്ക് കൊടുക്കുന്നത്. അന്ന് EMS ആണ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നാൽ ആരാണ് ശബരിമല കത്തിച്ചതെന്ന് കൃത്യം കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. കത്തിച്ചത് കണ്ടുപിടിച്ചുമില്ല, ശിക്ഷിച്ചുമില്ല. വേറെ ഊഹാഭോഗം മിന്നൽ പരമശിവന്റെയും IG R ചന്ദ്രശേഖരൻ നായരുടെയും അതുപോലെ തന്നെ കേശവമേനോന്റെയും IG കേശവമേനോന്റെയും റിപ്പോർട്ടുകൾ ഇപ്പോഴും അലമാരയിൽ ഉറങ്ങുന്നു. ഒരുപാട് ആളുകൾ, ചരിത്രകാരന്മാർ ചാനലുകളിൽ പറഞ്ഞു തീർക്കുന്നു എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഇതിൽ പിന്നെ മതവും ആളുകളൊന്നും ചേർന്നിട്ടില്ല. കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. കുറെ സിനിമാ ഫീൽഡിലെയും രാഷ്ട്രീയത്തിലെയും ബിസിനസ് മാഗ്നറ്റുകളും തന്ത്രിക്ക് പരിചയമുള്ള കുറെ ആളുകളൊക്കെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ശബരിമല അയ്യപ്പൻ ഇതെല്ലാത്തിന്റെയും കൂടെ കണക്ക് 51 മുതൽ ഉള്ള 2025 വരെയുള്ള 75 വർഷത്തെ കൊള്ളയുടെ കണക്കിന് അയ്യപ്പൻ കണക്ക് തീർക്കുമോ? അത് രമേശ് ചെന്നിത്തല അതിന് ഭാഗവാക്കാകുമോ?